Hi friends, welcome to Bin's Cuisine. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അലൈ ദർവാസയെ കുറിച്ച് നോക്കാം. ഡൽഹിയിലെ മെഹ്റോളിയിലെ കുത്തുബ് കോംപ്ലക്സിലാണ് അലൈ ദർവാസ ഉള്ളത്. 1311 സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് അലൈ ദർവാസ പണിതത്. ഗേറ്റ് വേ ആയിട്ടാണ് പണിതത്. അതുപോലെ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു ഗ്രാൻഡ് വിഷനാണ് ഖുവത്തുൽ ഇസ്ലാം മോസ്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള. മോസ്കിന്റെ 4 സൈഡിലും പണിയണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്തില്ല. ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ മെയിൻ സദേൺ എൻട്രൻസ് ആണ് അലൈ ദർവാസ. സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ഈ ഒരു എൻട്രൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റോയൽ ഗേറ്റ് വേ എന്നും പറയപ്പെടുന്നു. അലൈ ദർവാസയുടെ സൈസ് 17.2 മീറ്റർ ലെങ്ത്തും 10.6 മീറ്റർ വിഡ്ത്തുമാണ്. അതിനൊരു ഡോം ഉണ്ട്. അപ്പൊ അതിന്റെ ഹൈറ്റ് 17 മീറ്റേഴ്സ് ആണ്. അലി ദർവാസയുടെ വോള് നല്ല തിക്കായിട്ടുള്ള വോളാണ്. അപ്പൊ അതിന്റെ തിക്നെസ് തന്നെയുണ്ട് 2.4 മീറ്റേഴ്സ്. ഇതിന്റെ കൺസ്ട്രക്ഷന് മെയിൻ ആയിട്ട് റെഡ് സാൻഡ്സ്റ്റോൺ ആണ് യൂസ് ചെയ്തത്. ഡെക്കറേറ്റീവ് എലിമെന്റ് ആയിട്ട് വൈറ്റ് മാർബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം വിൻഡോസിന്റെ ചുറ്റുമുള്ള ജാലീസിനും കാലിഗ്രാഫി പാനൽസിനൊക്കെയാണ് വൈറ്റ് മാർബിൾ യൂസ് ചെയ്തത്. അതുപോലെ ഗ്ലേസ് ടൈൽസും യൂസ് ചെയ്തിട്ടുണ്ട് ഡെക്കറേറ്റീവ് പാർട്ടായിട്ട്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ട്രൂ ഡോം ആൻഡ് ആർച്ച് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലുള്ള കൺസ്ട്രക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ശരിക്കും ഒരു ടർക്കിഷ് പേർഷ്യൻ ഡിസൈൻസിന്റെ ബ്ലെൻഡ് ആണ് വിത്ത് ഇന്ത്യൻ മെറ്റീരിയൽസ് ആൻഡ് സ്കിൽസ്. അതിന്റെ ഒരു ബ്യൂട്ടി ഇതിൽ ശരിക്കും കാണാനുണ്ട്. ഇതിന്റെ എൻട്രൻസ് തന്നെ ഒരു 7 to 8 മീറ്റേഴ്സ് ഹൈറ്റിൽ ലാർജ് ഹോർഷൂ ഷേപ്ഡ് ആർച്ചാണ്. എൻട്രൻസിൽ റെഡ് സാൻഡ്സ്റ്റോണിൽ വൈറ്റ് മാർബിൾ ഇൻലേസ് ഉണ്ട്. നെക്സ്റ്റ് സ്ക്രിപ്റ്റിൽ ഖുർആനിക് ഇൻസ്ക്രിപ്ഷൻസും കാവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറൽ പാറ്റേൺസിലും ജോമെട്രിക്കൽ പാറ്റേൺസിലും ഒക്കെ ഉള്ള കാർവിങ്സ് കാണാം. വളരെ മനോഹരവും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് അലൈ ദർവാസയ്ക്കുള്ളത്. ഇതിന്റെ ഫ്രണ്ടിലുള്ള വിൻഡോസ് അപ്പൊ അതൊക്കെ ഒരു ജാലകം ടൈപ്പ് വിൻഡോസ് ആണ്. വിൻഡോസിന്റെ സൈഡിൽ വൈറ്റ് മാർബിൾ കൊണ്ടുള്ള തൂണുകളുണ്ട്. ഈ ബിൽഡിംഗ് മെയിൻലി ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹെവൻലി ലുക്ക് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അവർ യൂസ് ചെയ്ത ഒരു ടെക്നോളജിയും അവരുടെ ആ ഒരു കൺസ്ട്രക്ഷനും ഒക്കെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിൽ ഒരു സിംഗിൾ ഹാളാണ്. അകത്തുനിന്ന് ഇതിന്റെ ഹൈറ്റ് 10.5 മീറ്റർ ആണ്. ഇതിന്റെ അകത്ത് റെഡ് സാൻഡ്സ്റ്റോണിൽ കംപ്ലീറ്റ്ലി കൊത്തുപണികളാണ്. നമ്മൾ ഈ കാണുന്നതാണ് ടൂം ഓഫ് ഇമാം ജമീൻ. ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ ഇമാം ആയിരുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അലി എന്നായിരുന്നു. സുൽത്താൻ സിക്കന്ദർ ഖാൻ ലോധിയുടെ കാലത്താണ് അദ്ദേഹം തുർക്കിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നത്. ലോധി സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷനിലാണ് ബിൽഡ് ചെയ്തത്. ഹുമയൂണിന്റെ ഭരണകാലത്ത് 1537ലും 38ലും ആയിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ തന്നെയായിരുന്നു താമസിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ വില്ല് പ്രകാരം അദ്ദേഹത്തിന്റെ മരണശേഷം അതായത് 1539 അദ്ദേഹത്തെ അവിടെ തന്നെ മറവ് ചെയ്യായിരുന്നു. കുത്തുബ് കോംപ്ലക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണിത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. അലൈ ദർവാസ, കുത്തുബ് മിനാർ, ടൂം ഓഫ് ഇമാം ജമീൻ ഇത് മൂന്നും ഈ ഒരു സ്പോട്ടിൽ കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ എൻ്റെ വീഡിയോസും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഡൽഹി മണാലി ട്രിപ്പിന്റെ കംപ്ലീറ്റ് വീഡിയോസ് ഒരു പ്ലേലിസ്റ്റിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിന് തീർച്ചയായിട്ടും ആ ലിങ്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. അടുത്ത പ്ലേസിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.